ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ലോഗ്. ഇന്ന് ഓണാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും 1000 ഓണാശംസകൾ നേരുന്നു. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓണം പൂക്കളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കൊല്ലം വളരെ സിമ്പിളായിട്ടുള്ള ഓണാഘോഷമാണ്. കാരണം വയനാടിൻ്റെ ദുരന്താവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നടത്തുന്നത്. ഓരോ വീട്ടിലൊതുങ്ങിയിട്ടുള്ള ഓണാഘോഷമാണ്. കഴിഞ്ഞ വർഷം വരെ ഈ നാട്ടിൽ എന്താ പറയുക, കുറേ കലാപരിപാടികളും ഓണപ്പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ വീട്ടിലൊരു ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടി, അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വ്ളോഗിലുടനീളുള്ളത് നമ്മുടെ കസിൻസ് ആൻഡ് ഫാമിലീസ് തന്നെയാണ്. ശ്രുതിയേച്ചാണ് പൂക്കളത്തിൻ്റെ മെയിൻ ആള്. അപ്പോൾ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളും ചേർന്നു. ഇത്തവണ നമ്മൾ അധികം പൂക്കളൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. കൂടുതൽ നാടൻ പൂക്കളാണ് ഉൾപ്പെടുത്തിയത്. പിന്നെ പൂക്കളത്തിൻ്റെ ഡിസൈന് എന്താ വരയ്ക്കാമെന്ന് കുറേ കൺഫ്യൂഷനായി. പിന്നെ വരയ്ക്കാനൊന്നും നിന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഗണപതിനെ സെൻറ്ററിലാക്കിയിട്ട് പൂക്കളം സെറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി എല്ലാവരും കൂടി പൂക്കളിട്ട് അതൊന്ന് റെഡിയായി വരാനാവുന്നപ്പോഴേക്കും ഒരു 12-12:30 ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ഓണപ്പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. പൂക്കൾ ഒരുക്കി കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് സദ്യ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിരുന്നു. പിന്നീട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാ വിഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചടി, അച്ചാർ, കൂട്ടുകറി, കാളൻ, ഓലൻ, ഉപ്പേരി, പിന്നെ 3 തരം പായസം, അടപ്രഥമൻ, പ്രഥമൻ, സേമിയം, പപ്പടം, പഴം, എല്ലാ വിഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് കഴിച്ചിട്ട് വരാം ഗൈസ്. കസിൻസ് എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് തന്നെ സദ്യ ഉണ്ണും ഒരു പ്രത്യേക ഫീലായിരുന്നു. തമാശകളും കളിച്ചിരികളും ഒക്കെ കാരണം ഒരു പ്രത്യേക വൈബായിരുന്നു, ഒരു അടിപൊളി വൈബായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും ഒരുമിച്ചിട്ട് ഇതുപോലൊരു ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാരേജോ അല്ലെങ്കിൽ കസിൻസിൻ്റെ മാരേജോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫങ്ഷൻസൊക്കെ വരുമ്പോൾ മാത്രമാണ് എല്ലാവരും ഒരുമിച്ച് കിട്ടാറുള്ളൂ. അപ്പം ഇപ്പം നമുക്ക് എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ കസിൻസ് മാത്രമാണ് ഇരുന്നത്. പിന്നെ പാരൻസൊക്കെ പിന്നെ ഇരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിലൊരു മാവേലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവേലിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ കുറച്ച് ഗെയിം കളിച്ചു. ഗെയിം നല്ല ഫണ്ണായിരുന്നു. നമ്മളെല്ലാവരും ഒരുപാട് ചിരിച്ചു. നെക്സ്റ്റ് നമ്മൾ കളിച്ചത് ക്യാപ്പ് ചേഞ്ച് ചെയ്യുന്ന ഗെയിമായിരുന്നു. അപ്പോൾ നമ്മുടെ ചോട്ടാ ബ്രദേഴ്സ് ഉള്ളത് കൊണ്ട് കൂടുതലൊരു ഫണ്ണായിട്ട് ഉള്ള ഗെയിമായിരുന്നു.
അങ്ങനെ ഗെയിമൊക്കെ കഴിയുമ്പോഴേക്കും സന്ധ്യയായി. പിന്നീട് നമ്മൾ നൈറ്റിൽ കസിൻസൊക്കെ കൂടുമ്പോൾ ഉള്ള പരിപാടിയാണ് ഹൊറർ മൂവി കാണുന്നത്. അങ്ങനെ നമ്മളൊരു ഹൊറർ മൂവി കണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണം വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഓണമായിരുന്നു. അപ്പോൾ നമുക്കൊരു അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.